ഔദ്യോഗിക കൃത്യനിർവഹണ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ ആശംസ അർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സമ്മാനദാനം നിർവഹിക്കുന്നതിനുമായി ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ആദരവോടെ അദ്ദേഹത്തെ ആശംസാ പ്രസംഗത്തിനും സമ്മാനദാന നിർവഹണത്തിനുമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ VN വാസവൻ കേരള 15ാം നിയമസഭയിൽ ഏറ്റുമാനൂരിൽ നിന്നുമുള്ള MLA-യും കേരളത്തിന്റെ സഹകരണം, ദേവസ്വം, തുറമുഖം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമാണ് ശ്രീ VN വാസവൻ. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ സജീവ ഇടപെടലുകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന മന്ത്രി ശ്രീ VN വാസവന് മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് സ്വാഗതം. ബഹുമാനായ ഞങ്ങളുടെ മുൻ ചീഫ് സെക്രട്ടറി, പ്രശസ്ത കവിയുമായ ഡോക്ടർ VP ജോയി അവർകൾ, ബഹുമാനായ പത്മശ്രീ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ സാർ, ബഹുമാനപ്പെട്ട ശ്രീ മധു സാർ, ഏറ്റവും പ്രിയങ്കരനും എനിക്കേറെ സ്നേഹബഹുമാനമുള്ള ഡോക്ടർ TK ജയകുമാർ, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ബ്രില്യൻറ്റിൻ്റെ അണിയറ ശില്പികളായ ശ്രീ ജോർജ് സാറ്, ശ്രീ സ്റ്റീഫൻ സാർ, നമ്മുടെ പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ സാർ, ശ്രീ സന്തോഷ് സാർ, ഈ സദസ്സിലുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഏറെ അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ നമ്മുടെ എല്ലാം മനസ്സിൽ വിഷമത്തിൻ്റെയും വേദനയുടെയും അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു പശ്ചാത്തലവും നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. സമാനതകളില്ലാത്ത ഒരു ദുരന്തം എൻ്റെയും നിങ്ങളുടെയും ഓർമ്മ മണ്ഡലങ്ങളിലോ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലോ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിൽ വയനാടിൽ പെയ്തിറങ്ങി നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങൾ ആ പ്രകൃതി ദുരന്തത്തിൽ മൺമറഞ്ഞു പോകുമ്പോൾ ഹൃദയഭേദകമായൊരു രംഗം അവിടെ 3-4 ദിവസം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ പോയി ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ കാണാനിടവും. അത്തരമൊരു ദുരന്തം ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. ആ വലിയ ദുരന്തത്തിൽ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളും ചേർന്ന് അതിലെ വിഷമകതകളും വേദനകളുമെല്ലാം പങ്കിടാൻ CMDRF-ലേക്ക് വലിയൊരു തുക സമാഹരിച്ചിരിക്കുന്നു നാമഹത്തിലൂടെ പറയുകയുണ്ടായി. അതിവിടെ ഏറ്റുവാങ്ങുന്നൊരു ചടങ്ങൂടെ നിർവഹിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ അത്തരം ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും വിഷമതകളും എല്ലാം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും നമ്മുടെ സമർത്ഥരായ വിദ്യാർത്ഥിനികൾ നമ്മുടെ സംസ്ഥാനത്തിനും ദേശത്തിനും അഭിമാന മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ബ്രില്യൻറ്റിലൂടെ ഇന്ന് പ്രശസ്തരായിരിക്കുന്നു, പ്രതിഭാശാലികളായി മാറിയിരിക്കുന്നു. ആ മുഴുവൻ പ്രതിഭാശാലികളെയും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുക. ഇത്തരം ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കി വരുമ്പോൾ ആ വിജയത്തിൻ്റെ പിന്നിൽ പാലാ ബ്രില്യൻ്റ് എന്ന സ്ഥാപനം കേവലം ഒരു ട്യൂഷൻ സെൻ്റർ എന്ന രൂപത്തിൽ സമാരംഭിച്ച ആ മഹത്തായ സ്ഥാപനം ഇന്ന് പാലായിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തിലേക്ക് അതിൻ്റെ വിപുലവും വിശാലവുമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കടൽ കടന്ന് അക്കരെ എത്തിയിരിക്കുന്നു. അതിൻ്റെ വിജയകരമായ ജൈത്രയാത്ര അത് അനസ്യൂതം തുടരട്ടെ എന്ന് ആശംസിക്കുക. ഈ വലിയ രൂപത്തിലുള്ള വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞ 25 വർഷക്കാലമായി കേരളത്തിൽ നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് പാലാ ബ്രില്യൻറ്റിന് എന്നത് തന്നെയാണ്.
അങ്ങനെ ഓരോ വർഷവും 25 വർഷമായി 1-ാം റാങ്ക് നേടി നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ആ റാങ്ക് പട്ടികയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന 800-ൽ പരം അധ്യാപകരും 1500-ലേറെ ജീവനക്കാരുമുള്ള മഹത്തായ ഒരു സ്ഥാപനമായി ആ സ്ഥാപനം വളരുമ്പോൾ ആ സ്ഥാപനത്തെ സംബന്ധിച്ചോളം അവർ കൈവരിച്ച നേട്ടങ്ങൾ മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം എന്ന് വയലാർ പാടിയതുപോലെ മന്ത്രമോ തന്ത്രമോ ഒന്നുമല്ല, നിസ്വാർത്ഥമായ സേവനത്തിൻ്റെയും അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള പ്രയത്നത്തിൻ്റെയും അവരുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെയും അതോടൊപ്പം അവിടെ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിൻ്റെയും നെറ്റ് റിസൾട്ടാണ് ഈ ഉന്നതമായ വിജയം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഏറെ അഭിമാനകരമാണ്, ആഹ്ലാദകരമാണ് ആ വിജയം. ഇനിയും അവർക്ക് അത്തരത്തിൽ വലിയ വിജയം കൈവരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിലും സംശയമില്ല. ഇന്ന് നമ്മൾ നീറ്റ് പരീക്ഷയുടെ റിസൾട്ടുകൾ വരുമ്പോൾ എല്ലാവർക്കും അറിയാം, കാതോർക്കുന്നു പാലാ ബ്രില്യൻറ്റിന് എത്ര റാങ്കുണ്ട്. ആ ചോദ്യത്തിന് എപ്പോഴും നമുക്ക് നല്ല ഉത്തരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുക. ആ പ്രയത്നത്തിൽ ഇന്ന് പാലാ ഞങ്ങൾ ആദ്യം കോട്ടയംകാർ അത് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് കൊണ്ടു നടന്നിരുന്നെങ്കിൽ ഇന്ന് കേരളമാകെ ആ രൂപത്തിലേക്ക് അതിനെ കാണുന്നു, ദേശീയ തലത്തിൽ കാണുന്നു, അന്തർദേശീയ തലത്തിൽ കാണുന്നു. അങ്ങനെ വിപുലമായ ലോക ചക്രവാള സീമകളിൽ ബ്രില്യൻറ്റിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ പ്രവർത്തന ശൈലിയും പ്രതിധ്വനിക്കുന്ന രൂപത്തിലേക്ക് വളർന്നു വന്നിരിക്കുന്നു. ആ നിലയിൽ ബ്രില്യൻറ്റിൽ നിന്ന് ഉന്നതമായ വിജയശതമാനം കരസ്ഥമാക്കി നാളുകളിൽ പൊതുജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരോടുമായി എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, മഹാനായ ഏബ്രഹാം ലിങ്കൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വാക്കുണ്ട്, നമുക്ക് $50 വഴിയിൽ കിടന്ന് കിട്ടുന്നത് അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് $5 അധ്വാനത്തിലൂടെ സമ്പാദിച്ച് ആസ്വദിക്കുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രശസ്തമായ 7 ആപ്തവാക്യങ്ങളുണ്ട്. ആ ആപ്തവാക്യങ്ങളിൽ സുപ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, 1 അധ്വാനമില്ലാത്ത സമ്പത്ത് അത് ആസ്വദിച്ചുകൂടാ. 2 മനസാക്ഷിയില്ലാത്ത ആനന്ദം അത് ആനന്ദമല്ല. 3 വ്യക്തിത്വമില്ലാത്ത അറിവ് അത് അറിവല്ല. 4 മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം അത് ശാസ്ത്രമല്ല. 5 ധാർമ്മികയിലില്ലാത്ത വ്യാപാരം അത് വ്യാപാരമല്ല. 6 നമുക്ക് ആദർശമില്ലാത്ത രാഷ്ട്രീയം രാഷ്ട്രീയമല്ല. 7 ത്യാഗമില്ലാത്ത മതം അത് മതമല്ല. ഈ 7 പ്രസക്തമായ ഗാന്ധിയൻ ഫിലോസഫി അർത്ഥപൂർണമാണ്. അത് നമ്മൾ എപ്പോഴും ചെവിക്കൊണ്ടാൽ വയലാർ രാമവർമ്മ സൂചിപ്പിക്കുന്നുല്ലേ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു ഈ തത്വശാസ്ത്രത്തെയും എന്ന് എപ്പോഴും നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങുക. ആ നിലയിൽ നമ്മുടെ ഭാവി ജീവിതത്തിന് ദിശാബോധം പകരാൻ നമ്മൾ ഉന്നതമായ അക്കാഡമിക് തലത്തിലുള്ള എല്ലാ നിലവാരങ്ങളും കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ കടന്ന് സമകാലീന സാമൂഹിക യാഥാർത്ഥ്യങ്ങളോടും അതോടൊപ്പം തന്നെ ചിന്തകളോടും ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും അതിനോടൊപ്പം നിന്നുകൊണ്ടും മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ആ നിലയിലായിരിക്കണം നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ, ചിന്തകൾ. എത്ര ഉന്നതങ്ങളിൽ പോയാലും കൃത്യമായി നമ്മൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ രക്ഷിതാക്കളെ, അച്ഛനും അമ്മയും ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഗുരുക്കന്മാർ നമ്മുടെ ദൈവങ്ങളാണ്. ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക. ആ ചിന്തകൾ നമുക്കുണ്ടാവുക. മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിൽ സഹായഹസ്തവുമായി ഓടിയെത്താനുള്ള വീക്ഷണം നമുക്കുണ്ടാവുക. അവിടെയാണ് ഒരു വിശ്വമാനവികത ജനിക്കുന്നത്. അതാണ് വയനാടുമായി ബന്ധപ്പെട്ട ഈ പ്രകൃതി ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്നവരോടൊപ്പം ചേരാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സും നിങ്ങൾ കാണിച്ച വലിയ രൂപത്തിലുള്ള താല്പര്യവും. ഇപ്പം 40 ലക്ഷത്തോളം രൂപ ഇവിടെ കൈമാറുന്ന ചടങ്ങുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കപ്പെട്ടപ്പോൾ അതൊരു വിശ്വമാനവിയുടെ സന്ദേശമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കട്ടെ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാലാ ബ്രില്യൻ്റ് ഈ നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ, അതിൻ്റെ ജൈത്രയാത്രയുടെ ഘട്ടത്തിൽ ആർക്കും ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥാപനമായി ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പരിശീലന കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നു. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധയാഗം നടത്തുകയാണ് ഞാൻ. നിങ്ങൾ കണ്ടു ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുത്സാഹമാണതിൻ കൺകളിൽ, എന്തൊരുന്മേഷമാണതിൻ കാൽകളിൽ.
വെട്ടി പ്രതിയെ മല്ലിട്ട് വെറ്റി നേടിയതാണതിന് സിദ്ധികൾ എന്ന് വാടിപ്പോകുന്ന വയലാറിൻ്റെ മനോഹരമായ ആ അശ്വമേധം ഈ ബ്രില്യനെ സംബന്ധിച്ചോളം ഈ കുതിരയെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധയാഗവുമായി ഇവർ മുന്നോട്ട് നീങ്ങുന്നു. ഇതിൻ്റെ വിജയകരമായ ജൈത്രയാത്രയിൽ എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് അണിയറ ശില്പികളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതും, ഞാൻ മിക്കവാറും ബ്രില്യൻറ്റിൻ്റെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. ഇവിടെ ഉന്നതമായ വിജയശതമാനം കരസ്ഥമാക്കിയ ചിലരെയെങ്കിലും ഫോണിൽ വിളിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ അഭിനന്ദിക്കാൻ അനുമോദിക്കാൻ അവസരം കിട്ടുന്നു. ശ്രീനന്ദിനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. ഏറ്റവും ഉന്നതമായ വിജയശതമാനം കരസ്ഥമാക്കിയ 1ാം റാങ്കുകാരനായ ശ്രീനന്ദിനെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുന്നതോടൊപ്പം എല്ലാ റാങ്കുകാരെയും ആ ഘട്ടത്തിൽ അനുമോദിച്ചുകൊണ്ട് ഈ വലിയ സംരംഭത്തിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRFക്ക് വലിയ സംഭാവന നൽകാൻ മുന്നോട്ട് വന്ന നിങ്ങളുടെ സന്മനസ്സിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ കരയിപ്പിച്ച വയനാട് മുണ്ടക്കൈ, അവർക്ക് കൈത്താങ്ങായി ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ. ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ ധനസഹായം 40 ലക്ഷം രൂപ ഇന്ന് ശ്രീ വാസവൻ സാറിന്റെ കയ്യിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്രില്യൻ നൽകുകയാണ്. അഭിഷേക് വിജെ. കൊല്ലം സ്വദേശിയായ അഭിഷേക് വിജെ കേരള വാട്ടർ അതോറിറ്റിയിൽ റിട്ടയർ ഉദ്യോഗസ്ഥനായ വിജയകുമാറിന്റെയും സ്കൂൾ പ്രിൻസിപ്പൽ ജയാജിയുടെയും മകനാണ്. നീറ്റ് 2024 പരീക്ഷയിൽ 715 മാർക്കോടെ ഓൾ ഇന്ത്യ 73ാം റാങ്കാണ് ഈ വിദ്യാർത്ഥി കരസ്ഥമാക്കിയത്. അഭിഷേകിന് 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ആദരിക്കുന്നു. അഭിഷേക് വിജെ 720-715 മാർക്ക് കരസ്ഥമാക്കി ഓൾ ഇന്ത്യ റാങ്ക് 73. 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കരസ്ഥമാക്കുന്നു അഭിഷേക് വിജെ. ഇനി വാസവൻ സാറിൽ നിന്നും സമ്മാനം സ്വീകരിക്കുന്നത് ഐഷ അസീർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.